ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സീറ്റ എന്ന ഫിലിപ്പിൻ മൂവിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. നമുക്കൊട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം കൃഷി ചെയ്യുന്ന ഒരു തോട്ടമാണ് കാണിക്കുന്നത്. ആ സമയം അതിന്റെ ഓണറായിട്ടുള്ള ഫ്രാൻസിസ് തോട്ടമെല്ലാം നോക്കാനായി അവിടേക്ക് വരുന്നു. ഫ്രാൻസിസിനെ പറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പ്രായമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അയാൾ ഫ്രൂട്ടിന്റെ എല്ലാം ക്വാളിറ്റി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം പർച്ചേസ് ചെയ്യുന്ന ഒരു ലേഡി ഫ്രാൻസിസിനെ കോൾ ചെയ്തുകൊണ്ട് ഫ്രൂട്ടിന്റെ ക്വാളിറ്റിയെ പറ്റിയുള്ള കാര്യമെല്ലാം ചോദിക്കുന്നു. ഫ്രാൻസിസ് ഈ മാർക്കറ്റിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള ഡ്രാഗൺ ഫ്രൂട്ട് തന്റെയാണെന്നും ഇത്രയും ടേസ്റ്റുള്ള ഡ്രാഗൺ ഫ്രൂട്ടൊന്നും നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല എന്നുമെല്ലാം ഫ്രാൻസിസ് തന്റെ ഡ്രാഗൺ ഫ്രൂട്ടിനെ പറ്റി അവരോട് പൊക്കി പറയുന്നു. അവിടേക്ക് വെച്ചത് ഫ്രാൻസിസിന്റെ വീട്ടിൽ കുക്കിംഗ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന അയാളുടെ മകനെയാണ് കാണിക്കുന്നത്. ഫ്രാൻസിസിന്റെ മകന്റെ പേരാണ് എഡ്വിൻ. ഈ സമയം അവൻ ഫ്രാൻസിസ് പുതിയതായി കല്യാണം കഴിച്ച ചെറുപ്പക്കാരി പെൺകുട്ടി കുളിക്കാൻ പോകുന്നത് കണ്ട് നേരെ അവളുടെ പിന്നാലെ പോകുന്നു. ആ പെൺകുട്ടിയുടെ പേരാണ് സീറ്റ. എഡ്വിൻ സീറ്റയോട് അവന് ബാത്റൂമിൽ വെച്ച് ഒരു പരിപാടിയെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടി പറയുന്നു. എന്നാൽ അവൾ ഫ്രാൻസിസ് ഇപ്പോൾ വീട്ടിൽ വരാൻ സമയമായി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റിയ ശേഷം ഡോറെല്ലാം അടയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ എഡ്വിൻ നിർബന്ധം പിടിച്ചുകൊണ്ട് അവളുമൊത്ത് ഒരു പരിപാടിയെല്ലാം നടത്തുന്നു. പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയം എഡ്വിൻ സീറ്റയ്ക്ക് ഒരു പോയ്സന്റെ കുപ്പിയെല്ലാം കൊണ്ടു കൊടുത്തുകൊണ്ട് ആ പോയ്സൺ ഫ്രാൻസിസിന് കൊടുത്ത ശേഷം അയാളെ കൊന്നുകൊണ്ട് നമുക്ക് ഈ സ്വത്തെല്ലാം എടുക്കാമെന്ന് സീറ്റയോട് പറയുന്നു. എന്നാൽ സീറ്റ ആദ്യമൊന്നും ഇതിന് സമ്മതിക്കുന്നില്ലെങ്കിലും എഡ്വിൻ എത്ര കാലം ആ വയസ്സന്റെ കൂടെ ജീവിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സീറ്റയെ ഇതെല്ലാം ചെയ്യാനായി പറഞ്ഞ് സമ്മതിപ്പിച്ചെടുക്കുന്നു. എന്നാൽ സീറ്റ ഇതത്ര എളുപ്പമല്ലെന്നും ഏതെങ്കിലും കാരണവശാൽ അവർ പിടിക്കപ്പെടുകയാണെങ്കിൽ ഫ്രാൻസിസ് അവരെ രണ്ടുപേരെയും ഷൂട്ട് ചെയ്ത് കൊന്നുകളയുമെന്ന് എഡ്വിനെ ഓർമ്മിപ്പിക്കുന്നു. അവിടെ കച്ചിത് ആ നാട്ടിലെ മറ്റൊരു ഡ്രാഗൺ ഫ്രൂട്ട് ഡീലറെയാണ് കാണിക്കുന്നത്. അയാൾ തന്റെ ഡ്രാഗൺ ഫ്രൂട്ട് ഒന്നും വിറ്റുപോകാത്തത് കൊണ്ട് അയാൾ ഒരു ഏജന്റിനെ ഹയർ ചെയ്തുകൊണ്ട് ഫ്രാൻസിസിന്റെ ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം എങ്ങനെയാണ് വിറ്റുപോകുന്നത് എന്ന കാര്യമെല്ലാം അന്വേഷിക്കാൻ വേണ്ടി പറയുന്നു. അവിടെ കച്ചിത് തന്റെ ജോലിയെല്ലാം കഴിഞ്ഞ ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ഫ്രാൻസിസിനെയാണ് കാണിക്കുന്നത്. ഫ്രാൻസിസ് സീറ്റയോട് ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം മുറിച്ചു വയ്ക്കാൻ പറഞ്ഞുകൊണ്ട് നേരെ കുളിക്കാനായി പോകുന്നു. കുളിയെല്ലാം കഴിഞ്ഞു വന്നതും അയാൾ ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം കഴിച്ചുകൊണ്ട് നമ്മുടെ ഫാമിലിക്ക് പുതിയൊരു ബയ്യർ വരാൻ വേണ്ടി ചാൻസ് ഉണ്ടെന്നും അതിനായി ഇന്ന് വൈകുന്നേരം ഒരു മീറ്റിംഗ് എല്ലാം വെച്ചതുകൊണ്ട് രാത്രി താൻ വീട്ടിലേക്ക് വരില്ല എന്ന കാര്യമെല്ലാം അവളോട് പറയുന്നു. ഇതിൽ നിന്നും ഫ്രാൻസിസ് സീറ്റയെ ശ്രദ്ധിക്കാറില്ല എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. അവിടെ കച്ചിത് ഈവനിങ്ങിൽ ബയ്യറിനെ മീറ്റ് ചെയ്യുന്ന ഫ്രാൻസിസിനെയാണ് കാണിക്കുന്നത്. ആ ബയ്യറിന്റെ പേരാണ് എലീന. ഫ്രാൻസിസ് എലീനയ്ക്ക് അയാളുടെ തോട്ടത്തിൽ നിന്നും കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം ടേസ്റ്റ് ചെയ്യാനായി കൊടുക്കുന്നു. ഈ സമയം മറ്റേ ഏജന്റും ഫ്രാൻസിസിനെ ഫോളോ ചെയ്തുകൊണ്ട് അവിടേക്ക് വരുന്നു. അയാൾ ഫ്രാൻസിസും എലീനയും കൂടി സംസാരിക്കുന്നതെല്ലാം കേൾക്കാനായി അവരുടെ തൊട്ടടുത്തുള്ള ടേബിളിൽ തന്നെ ചെന്നിരിക്കുന്നു. അവർ രണ്ടുപേരും കൂടി ഡ്രാഗൺ ഫ്രൂട്ടിനെ പറ്റിയെല്ലാം സംസാരിച്ചു തുടങ്ങിയെങ്കിലും കുറച്ചു കഴിഞ്ഞതും അവർ പരസ്പരം ഫ്ലർട്ട് ചെയ്യാനായി തുടങ്ങുന്നു. ഫ്രാൻസിസും എലീനയും രണ്ടുപേരും ഒട്ടും മോശമല്ലാത്തത് കൊണ്ട് ഫ്രാൻസിസ് എലീനയും കൂട്ടിക്കൊണ്ട് നേരെ ഫാമിലേക്ക് പോകുന്നു. ഫാമിലെത്തിയതും അയാൾ എലീനയും കൂട്ടി ഒരു ഓപ്പൺ ടെന്റിലെല്ലാം ചെന്നുകൊണ്ട് പരിപാടിയെല്ലാം നടത്തുന്നു. ഈ സമയം ഇവരെ ഫോളോ ചെയ്തു വന്ന ഏജന്റും ഇതെല്ലാം കാണാനിടയാവുന്നു. ഇതെല്ലാം കണ്ടതും ഇവരുടെ ഈ പരിപാടിയെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്നു. അവിടെ കച്ചിത് രാത്രിയായിട്ടും ഫ്രാൻസിസ് വീട്ടിൽ വരാത്തത് കൊണ്ട് അയാളെ കോൾ ചെയ്ത് നോക്കുന്ന സീറ്റയെയാണ് കാണിക്കുന്നത്. ഈ സമയം പരിപാടിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന ഫ്രാൻസിസ് സീറ്റയുടെ കോൾ എടുത്തുകൊണ്ട് ബയ്യർ എല്ലാ ഫ്രൂട്ടും ഒരുമിച്ചെടുത്തോളാമെന്ന് പറഞ്ഞുവെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓർഡർ കംപ്ലീറ്റ് ചെയ്യാനായി താൻ നേരെ ഫാമിലേക്ക് വന്നുവെന്ന് അവളോട് പറയുന്നു. ഇതിൽ നിന്നും ഫ്രാൻസിസ് വീട്ടിലേക്ക് വരില്ല എന്ന് സീറ്റയ്ക്ക് മനസ്സിലാവുന്നു. അവിടെ കച്ചിത് പിറ്റേ ദിവസം രാവിലെ ഫ്രാൻസിസ് ഇല്ലാത്തത് കൊണ്ട് ബാത്റൂമിൽ കയറി പരിപാടി നടത്തുന്ന സീറ്റയെയും എഡ്വിനെയുമാണ് കാണിക്കുന്നത്. ഈ സമയം പുറത്തു നിന്നും ഒരു കാറിന്റെ ഹോണിന്റെ ശബ്ദമെല്ലാം കേട്ടതും സീറ്റ ഒരു ടവലെല്ലാം എടുത്തുകൊണ്ട് ബാത്റൂമിന്റെ പുറത്തേക്ക് ഓടുന്നു. ആ സമയം ഫ്രാൻസിസ് എലീനയും കൂട്ടിക്കൊണ്ട് നേരെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലെത്തിയതും അയാൾ എലീനയ്ക്ക് സീറ്റയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എലീന തനിക്കൊന്ന് ഫ്രഷ് ആവണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എഡ്വിൻ ഒളിച്ചിരുന്ന ആ ബാത്റൂമിലേക്ക് കയറി പോകുന്നു. എഡ്വിൻ ആണെങ്കിൽ ഒരു വിധത്തിൽ എലീനയെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് അവളുടെ ഇഷ്ടത്തിന് ഒരു പരിപാടിയെല്ലാം നടത്തുന്നു. അവിടെ കച്ചത് ഫ്രാൻസിസിന്റെ കൂടെ ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന എലീനയെയാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും കൂടി പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം സീറ്റ ആരും കാണാതെ എഡ്വിനെയും കൂട്ടിക്കൊണ്ട് കാറിന്റെ പുറകിലേക്ക് ചെല്ലുന്നു. സീറ്റ എഡ്വിനോട് ഈ ബാത്റൂമിൽ വെച്ച് അവളുടെ കൂടെ ഫിസ്കിലി എങ്ങാനും പോയിരുന്നോ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ അവൻ അത് നിന്റെ തോന്നലാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയെല്ലാം നോക്കുന്നു. ഈ സമയം അവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് വരുന്നത് കണ്ട്
ഇവർ രണ്ടുപേരും കൂടി ആ കാറിന്റെ അകത്ത് കയറി ഒളിച്ചിരിക്കുന്നു. അവർ പോകുന്ന വഴിയിൽ എലീന ഒരു ATM-ൽ നിന്നും ഫ്രാൻസിസ് ചോദിച്ചിട്ടുള്ള പൈസയെല്ലാം എടുത്തു കൊടുക്കുന്നു. പൈസയെല്ലാം കൊടുത്തതും എലീന പോകുന്നതിന് മുമ്പായി അവർക്ക് ഒന്നും കൂടി കൂടണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നേരെ ഫാം ഹൗസിലേക്ക് പോകുന്നു. ഫാം ഹൗസിലെത്തിയതും അവർ രണ്ടുപേരും കൂടി ആ ഓപ്പൺ സ്പേസിൽ വെച്ച് പരിപാടിയെല്ലാം നടത്തുന്നു. എന്നാൽ ഇവരറിയാതെ ഇവരെ ഫോളോ ചെയ്തു പോയിരുന്ന സീറ്റ ഇത് കണ്ടതും അവിടെ കിടന്ന ഒരു അരിവാളെല്ലാം എടുത്തുകൊണ്ടുവന്ന് ഫ്രാൻസിസിനെ കൊല്ലാനായി ഓടിക്കുന്നു. ഈ സമയം നമ്മുടെ എഡ്വിൻ ആവട്ടെ എലീനയും കൂട്ടിക്കൊണ്ട് അവരുടെ ആരുടെയും ശ്രദ്ധയിലൊന്നും പെടാതെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. അവിടെ കച്ചിത് രാത്രിയിൽ ഫ്രാൻസിസും സീറ്റയും കൂടി അവർക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം പരസ്പരം പറഞ്ഞുകൊണ്ട് സോൾവ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഫ്രാൻസിസ് എലീനയോട് തോന്നിയത് വെറും ലാസ്റ്റ് മാത്രമായിരുന്നുവെന്നും തന്റെ യഥാർത്ഥ പ്രണയം സീറ്റയോടാണെന്ന് അവളെ സന്തോഷിപ്പിക്കാനായി പറയുന്നു. അതെല്ലാം കഴിഞ്ഞതും അയാൾ ഇന്ന് കിട്ടിയ പൈസയിൽ നിന്നും കുറച്ച് പൈസയെല്ലാം അവൾക്ക് കൊടുത്തുകൊണ്ട് നാളെ രാവിലെ അവർക്ക് രണ്ടുപേർക്കും കൂടി ഷോപ്പിങ്ങിന് പോകാമെന്നുമെല്ലാം അവളോട് പറയുന്നു. അവിടെ കച്ചിത് ഒരു ഹോട്ടൽ റൂമിൽ ചെന്ന് പരിപാടിയെല്ലാം നടത്തുന്ന എഡ്വിനെയും എലീനയുമാണ് കാണിക്കുന്നത്. ഈ സമയം ഏജന്റ് എലീനയെ ഫോളോ ചെയ്ത് വന്നുകൊണ്ട് ആ ഹോട്ടൽ റൂമിലേക്ക് കയറി ചെല്ലുന്നു. അയാൾ അവരെ ഗൺ പോയിന്റിൽ നിർത്തിക്കൊണ്ട് എലീനയോട് ഫ്രാൻസിസിനെ കോൾ ചെയ്തുകൊണ്ട് ഇവിടേക്ക് വരുത്താൻ വേണ്ടി പറയുന്നു. ഇത് കേട്ടതും എലീന വേറെ നിവർത്തിയൊന്നുമില്ലാതെ ഫ്രാൻസിസിനെ കോൾ ചെയ്തുകൊണ്ട് എമർജൻസിയായി ഇവിടേക്ക് വരാൻ വേണ്ടി പറയുന്നു. ഇത് കേട്ടതും അയാൾ സീറ്റയോട് തനിക്ക് എമർജൻസിയായി എലീനയുമായി ഒരു ഡീലുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വേഗം തന്നെ റെഡിയാവാനായി പോകുന്നു. ഫ്രാൻസിസ് അവിടെ നിന്നും പോകുന്നതിന് മുമ്പായി സീറ്റ അയാളോട് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം കഴിച്ചിട്ട് പോകാൻ പറഞ്ഞുകൊണ്ട് ഫ്രാൻസിസിനെ നേരെ ഡൈനിങ് ടേബിളിൽ കൊണ്ടിരുത്തുന്നു. ഫ്രാൻസിസ് നീ അധികം നേരം ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരില്ല എന്നും താൻ വേഗം വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം കഴിച്ചുകൊണ്ട് ആ കസേരയിൽ നിന്നും എഴുന്നേറ്റതും പെട്ടെന്ന് അയാൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. അപ്പോഴാണ് നമുക്ക് സീറ്റ ഇതിൽ പോയിസൺ കലക്കിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത്. അവൾ ഫ്രാൻസിസിന്റെ ഫോണിൽ നിന്നും ആലിസിനെ വിളിച്ചുകൊണ്ട് ഫ്രാൻസിസ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്ന കാര്യമെല്ലാം പറയുന്നു. ഇത് കേട്ടതും അവർ ഈ കാര്യമെല്ലാം ഏജന്റിനോട് പറഞ്ഞുകൊണ്ട് ഫ്രാൻസിസും എഡ്വിനും കൂടി നേരെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലെത്തിയതും അവർ രണ്ടുപേരും കൂടി ആ പൈസയുടെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതിനിടെ സീറ്റ അവർക്ക് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം കഴിക്കാനായി കൊടുക്കുന്നു. ഈ സമയം അവർ അതിൽ പോയിസൺ ഉണ്ട് എന്നൊന്നും അറിയാതെ അതെല്ലാം കഴിച്ച് അവിടെ വെച്ച് മരിച്ചു പോകുന്നു. അവൾ ആ 3 ബോഡിയും ഒരു റൂമിൽ വലിച്ചു കൊണ്ടുവച്ച ശേഷം ആ വീട്ടിലെ പൈസ എല്ലാം എടുത്തുകൊണ്ട് അവിടെ നിന്നും മറ്റൊരു നാട്ടിലേക്ക് താമസം മാറുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.